ഇവിടെ നിൽക്കട്ട് ഒന്നറിയാത്തപ്പുറം നിൽക്കണണ്ട ഒരുത്തൻ ഉണ്ടാവില്ലേ? ഞാൻ ചെയ്യുന്ന പണികൾക്ക് ഓരോ വൃത്തിയുണ്ട്. തീർച്ചയായിട്ടും 10, 12, 14, 16, 18, 19 ഉണ്ടാക്കി. നിന്റെ കാൽക്ക വന്നിട്ട് എന്തായാലും ഇതൊരു പുതുമയുള്ള പരിപാടിയായിട്ട് മാത്രമേ. ഇഞ്ചി മിഠായി വെക്കണ ആള് ഇങ്ങനെയാ. അച്ഛന്മാരൊക്കെ ചീത്ത പറയണത് കേട്ട് വളരണം. ജഗ്ഗുവിനെ ചീത്ത ആര് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല, ജഗ്ഗു ചിരിച്ചു നിൽക്കും. ചൂടുണ്ടാവട്ടാ വായു പൊളിക്കണ്ടേ വെറുതെ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു പരിപാടിയിലേക്ക് നമ്മൾ കിടക്കാണ് കേട്ടാ. ഒന്നുമില്ല, ഈ ബിസിനസ്സും കാര്യങ്ങളൊന്നും അല്ല കേട്ടാ. പക്ഷേ അതന്നെ ബിസിനസ് ഇതില്ല. നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ഇപ്പോൾ ചെടികളൊക്കെ അതിൻ്റെ പൂക്കളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട്. എന്തൊരു ഭംഗിയുള്ള പൂക്കൾ നോക്കിയാൽ വരുന്നത് കണ്ട. അപ്പോൾ ആ പൂക്കളുടെ കുറവ് വളരെ അറിയുന്നുണ്ട് കേട്ടോ. കുറവെന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ കുറെ വെച്ചാലും നമുക്ക് പോരാൻ തോന്നും അല്ലേ? അതന്നെ. അല്ല തിക്കുമുട്ടായിട്ട് ഒന്നുമില്ല. തിക്കുമുട്ടായിട്ട് വയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കണില്ല. ഫ്രണ്ടില് അവിടെ ഇങ്ങനെ 2 സൈഡില് മഞ്ഞ കളറുള്ള ചെത്തിയൊന്ന് വെച്ചില്ല, അതൊക്കെ പോയത് കാണിച്ചു തന്നില്ലേ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പിന്നെ ഈ ചെറുത് ഈ കളറില് ഈ ചെത്തി ഇത് വാങ്ങിച്ചു വെക്കാന്ന് വിചാരിച്ചേ. പിന്നെ തോന്നിയേ ഇത് ഇവിടെ ഇങ്ങനെ വളർന്ന് ഇത് 2 മാത്രം കണ്ട ഭയങ്കര വലുതായി. ഇത് ഇത്ര ഹൈറ്റ് ഉള്ളു. അപ്പുറത്തെ സൈഡിൽ നോക്കിയേ ഹൈറ്റ് കുറവ്. എല്ലാരും കണ്ട ഇത്ര ഹൈറ്റ് ഉള്ളു. അപ്പൊ ഹൈറ്റ് കൂടുതൽ നിക്കണവരെ കുറയ്ക്കുകയും ചെയ്യാം. കുറയ്ക്കുക, അതിന്റെ ഒപ്പം തന്നെ അതിൽ നിന്ന് കുറേ കഷ്ണങ്ങൾ കിട്ടും, കുറേ കൊമ്പുകൾ കിട്ടും. അത് നമുക്ക് വേറെ ചെടികളായി മാറ്റാലോ. നമ്മളിത് ഒരെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ 20 രൂപയോളം വരും. പിന്നെ അത് മാത്രല്ല, ഈ സാധനം ഇങ്ങനെ വെട്ടിയിട്ട് മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുത്തണ്ടല്ലോ, നിനക്കറിയാലോ. ഇവിടെ നിൽക്കട്ട് ഒന്നറിയാത്തപ്പുറം നിൽക്കണണ്ട ഒരുത്തൻ. പകൽ സമയങ്ങളിൽ അവന് ഒരു എല്ല് കഷ്ണം ഉണ്ട്, അതുകൊണ്ട് ആൾ അഡ്ജസ്റ്റ് ചെയ്യും. പകൽ സമയങ്ങളിൽ അതുകൊണ്ട് ആൾക്ക് മതിയാവും. വൈകുന്നേര സമയങ്ങളിൽ അത് പോരാ. ആൾക്ക് പുതിയ പുതിയ സാധനങ്ങൾ കിട്ടണം. മേച്ചിൽ പുറങ്ങൾ തേടി പോല. ബാക്കി പത്രമാണ് ഈ കാണുന്നത്. മാത്രല്ല കൊറേ സാധനങ്ങളുണ്ട്. ഇപ്പൊ എടുത്തു വെക്കും. ഈ ചെരുപ്പൊക്കെ എടുത്തു വെക്കണം. എടുത്തു വെക്കും. എന്റെ മറ്റേ ചെരുപ്പൊക്കെ എടുത്തു വെക്കും. ഇതിപ്പോ ഈ സാധനം ഉണ്ടല്ലോ നോക്കിയാ. ഇപ്പൊ ഈ ഇതിപ്പോ നമ്മള് ചെയ്യാൻ പോവാണ്. ഞാനിട്ട് ചകിരിച്ചോറ് 2 ഇത് വാങ്ങിച്ചോളുന്നുണ്ട്. ഇപ്പൊ അത് മിരിക്കണം ഉന്നം വെച്ചേക്കണത് അവിടെ നിൽക്കണ്ട. ഈ ചകിരിച്ചോറ് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ചകിരിച്ചോറ് ആവില്ലേ മറ്റേ ഇതിന്റെ മണം കിട്ടിയിട്ടാവും. എല്ലുപൊടിയാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇമ്രാൻ ഒന്നറിയാത്ത പോലെ നിൽക്കൂട്ടാ. ഇതൊന്നും പുറത്ത് വയ്ക്കാൻ പറ്റില്ല. ഇനി പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞത് അതൊക്കെ കൊമ്പ് കുഴിച്ചിടാന്നാണ്. അപ്പൊ ചേട്ടൻ പറയണേ അങ്ങനെ കൊമ്പ് വെട്ടി വെച്ച് കഴിഞ്ഞാൽ പിടിക്കില്ല എന്നാ പറയണേ. പിടിക്കും. അതിന് പകരം അതിനെ വേര് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് വെക്കാം. വേര് പിടിപ്പിച്ചിട്ട് കട്ടയിട്ട് വെക്കുകയാണെങ്കിൽ ശരിക്കും പിടിക്കും. അങ്ങനെ കോലായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഓടി നടക്കണ ഇതുകളല്ല. അപ്പൊ കളകി ഒരിക്കലും പൊടിക്കില്ല. അല്ല മോനെ, ഇതൊക്കെ എവിടെ കൊണ്ടാക്കാൻ പോണെന്നിട്ട് നിറച്ചിട്ട് അത് ഇമ്രാൻ കയ്യെത്തും ദൂരത്താ കയ്യെത്താത്ത ദൂരത്തല്ല. ഏത് ദൂരത്താ? കയ്യെത്തണ ദൂരത്താണോ കയ്യെത്താത്ത ദൂരത്ത്? അത് കുഴപ്പമൊന്നുമില്ല. അതും തട്ടിപ്പറക്കില്ല. അതൊക്കെ തട്ടിപ്പറക്കും. നമ്മള് മറ്റേ മണ്ണുത്തിന്നൊക്കെ തൈകള് വാങ്ങിച്ചോണ്ടിട്ട് വെക്കാനായിട്ട് വെച്ചില്ലെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് അകത്തേക്ക് വെക്കും, അല്ലെങ്കിൽ ഇവിടെ എവിടേക്കെങ്കിലും എടുത്ത് വെക്കും. കാരണം പിറ്റേ ദിവസത്തേക്ക് അത് തട്ടിമറിച്ച് നശിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ സാധനം കണ്ട ഇങ്ങനത്തെ കവർ വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കവറിന് പോയി വലിയ ചേട്ടത് കണ്ടത്. ഇതിപ്പോ എല്ലാ സ്ഥലത്തും കിട്ടണമെന്നില്ലേ. ഒരു കടയില് പോയിട്ട് കണ്ട ഇങ്ങനത്തെ കവർ 1/2 കിലോന് നമുക്ക് തന്നെ ഇതുണ്ടാക്കാൻ പറ്റും. 1/2 കിലോന് 65 രൂപ, 1 കിലോന് 130 രൂപ. 1/2 കിലോ എന്ന് പറയുമ്പോൾ എത്ര ഉണ്ട്? അല്ല, അതായത് 1/2 കിലോനായിട്ട് കിട്ടുള്ളൂ മിനിമം. ഞാൻ കാണിച്ചു കൊടുക്കാൻ ആളുകൾക്ക്. ഇത് എവിടെ നിന്ന് കിട്ടാന്നറിയോ? വെള്ളാനിക്കര ഒരു അഗ്രി കൊറേ സ്ഥലത്ത് അന്വേഷിച്ചിട്ട് കിട്ടിയത് അല്ലേ? എല്ലാ സ്ഥലത്തും ഈ വലിപ്പുള്ളത് ഇല്ല. വലിപ്പം വണ്ടം കൂടിയതേ ഉള്ളോ? അല്ല, വണ്ടം കൂടിയതല്ല, നല്ല വലിപ്പുള്ളതേ ഉള്ളോ. ഇത് കുറച്ചെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വയം ഇതാണ്ട് ചെയ്യാം. ഇപ്പോൾ സരിത വെട്ടി കൊണ്ടുവരും, ഞാൻ ഓരോന്നോരോന്നായിട്ട് നടുന്നല്ല ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ആ സാമഗ്രികളൊക്കെ എടുത്തിട്ട് ചട്ടി കിട്ടി. അല്ല, മണ്ണും ചകിരിച്ചോറ് ആദ്യം ഇതാക്കണ്ടേ, കുതിർക്കൊന്നും വേണ്ട. അത് നോക്കി നോക്കാം. ഇതിന് ഈ ചകിരിച്ചോറിന് എത്ര വില എന്നറിയും? 180 രൂപ കേട്ടോ. ചകിരിച്ചോറിൻ്റെ ആവശ്യമൊന്നുമില്ല, മണ്ണ് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാൻ പിന്നെ ഒരു രസത്തിന് ചകിരിച്ചോറ് ഇത്തിരി എടുത്തു എന്നുള്ളോ. നോക്കി വെട്ടിയെടുത്ത് നോക്കാം നമുക്ക്. 180 രൂപ ചകിരിച്ചോറിന് കേട്ടോ. അല്ല, കാണാണ്ട് കുതിർത്തതല്ല. കുതിർക്കൽ വേണമെങ്കിൽ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുതിർക്കാം.
അയ്യോ ഇവിടെ ഇട്ടാക്കല്ല എന്ന് വെച്ചാൽ നമുക്കേ ഒരു കാര്യം ചെയ്യാം. അതിന്റെ അവിടെ വെച്ചിട്ട് ചെയ്യാം. പുല്ലിൻ്റെ ഇടയിലാകുമ്പോഴേ ചകിരിച്ചോറ് കാശ് കൊടുത്ത് വാങ്ങിച്ചല്ലേ പോണ്ട. ഇവിടെ ഇത് തൊടുമ്പോഴേക്കും ഇതിലെ ഈ സരിത കണ്ട അതൊക്കെയാ കണ്ട. ഇതിപ്പോൾ അധികം ചകിരിച്ചോറൊന്നും വേണ്ട. മൃത ഇവിടെ നിന്നിട്ട് കൂട്ടിയാൽ മതിയാ. ഇതില് കംപ്ലീറ്റ് എല്ലാം അതും കൂടിയിട്ടിട്ട് എന്തിനെങ്ങനെയാക്കണേ? അത് പിടിപ്പിക്കണ്ടേ, വെട്ടണ്ടേ? അത് നനച്ചിട്ട് ഇങ്ങനെ ഇതാക്കല്ലേ? ആവശ്യമെടുത്താൽ പോരെ. ഇത് നനച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ലോഡ് സ്ഥലം വേണം. ഇത് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് ചകിരിച്ചോറ് ഉണ്ടാ. എന്നാ ഇനി നനയ്ക്കാണെങ്കിൽ മണ്ണും എല്ലുപൊടിയിട്ട് മിക്സ് ചെയ്യാൻ നമുക്ക്. അത് പൊട്ടിപ്പോരില്ലല്ലോ. എങ്ങടെ പോയി ഇമ്രാൻ? ഇമ്രാനെ വാ. ഇമ്രാനെ ആ വയറ വലിയ വയറങ്ങനെ ഒരു കഷ്ണം കുറേ കഷ്ണങ്ങളാക്കില്ലേ. അപ്പോൾ ഒരാൾ പറയാ ഇമ്രാനെ ഇലക്ട്രിസിറ്റിയിൽ മറ്റേ ഇലക്ട്രീഷ്യൻ കോഴ്സിന് പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് നല്ല ഭാവി ഉണ്ടെന്ന്. കുറേ കമ്പനികളുണ്ട്, ചിരിക്കാണ്ട് കമ്പനികൾ. ഒരാൾ പറയാ നിങ്ങൾക്ക് ഇതെല്ലാം സംഭവിച്ചല്ലോ. അവരെ കാറിൻ്റെ അടിയിലാണ് അവരെ ഇലക്ട്രിക് കാറിൻ്റെ അടിയിലാണ് നായകട നടന്നിട്ട് അത് മുഴുവൻ പൊട്ടിച്ചു. 1.5 ലക്ഷം രൂപ നഷ്ടം വന്നേ. 1,30,000 രൂപ അങ്ങനെ എത്രയോ അങ്ങനെ നഷ്ടം. അപ്പൊ അങ്ങനെ നായ്ക്കള് ഇവിടെ ഇമ്രാൻ ഇത്രയ്ക്കല്ല ചെയ്തുള്ളൂ എന്നുള്ളതാണ്. ഇലക്ട്രിക് കാർ ഇല്ലാത്ത ഭാഗ്യം. ചാർലി പിന്നെ സമാധാനപ്രിയനാണ് കേട്ടോ. കേട്ടാ ആൾക്ക് ഇതിലും താല്പര്യമില്ല. ഒന്ന് കുതിർത്താം. അതെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി കഴിഞ്ഞ് നീ ഇത് ഗ്ലൗസും കൂടി വാങ്ങിക്കണ്ടായിരുന്നു. എനിക്ക് ഇതിനൊന്നും ഗ്ലൗസ് വേണ്ട. ചകിരിച്ചോറ് തീ മതിയിട്ട് നമുക്ക്. അല്ലാണ്ട് മണ്ണും ആദ്യം അതൊന്ന് വെള്ളത്തിലൊന്ന് വെക്കി ചേട്ടാ, ഒന്ന് കുതിർത്തിനുള്ളിൽ വെള്ളം ഒഴിക്കേണ്ടി വരും. മതി അങ്ങനെ ഇതായിട്ടാ. ഇനി നമ്മൾ ഇതിൻ്റെ ഓരോ തണ്ടുകളായിട്ട് മുറിക്കുന്നു കേട്ടാ. ചള്ളു തണ്ട് ഇങ്ങനത്തെ തണ്ട് മതിയില്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവുമായിരിക്കും, നോക്കി നോക്കാം. ചിലവൊന്നുമില്ലല്ലോ വേറെ. ഇതിന്റെ മൂക്കാത്ത കൊമ്പുകളാണ് പിടിക്കാന്ന് പറയണു. അതെ. അപ്പൊ നമുക്ക് 2 ആദ്യം ആക്കിയിട്ട് തുടങ്ങാം. ഞാൻ തണ്ടുകൾ മുറിച്ചിട്ട് വരാം. അല്ല കുറച്ച് ആക്കിയാ പോരെ? അല്ല ഇങ്ങനത്തെ കട്ട് ചെയ്താ പോരെ? അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നോക്കി നോക്കാം നമുക്ക് ഉണ്ടാവുമെന്ന്. ഈ പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം. ഇത് ഹൈബ്രിഡ് അല്ലേ? ഇതിന് ഈ കളർ നല്ല ഭംഗിയാട്ടാ. എന്തൊരു ഭംഗി നോക്കിയേ. ഇവർ രണ്ടുപേരെ ഇമ്രാനും ചാർലിയും എന്തുട്ടാണ് ഈ മനുഷ്യന്മാർ ചെയ്യാൻ പോകുന്നുള്ള ആകാംക്ഷയിലാണ് നിൽക്കുന്നത്. കരുതാ എല്ലുപൊടി അത്ര മതി. അതാക്കട്ടെ. കണ്ടമാനം മുറിച്ചിട്ട് എന്താ കാര്യം? ഇത് പൊട്ടിച്ചേര് മതി. എല്ലുപൊടി മണ്ണൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടേ നോക്കിയാൽ നമ്മൾ കണ്ണ് വയ്ക്കണ്ട കേട്ടാ. നമ്മൾ മണ്ണ് ഇത് കൂട്ടാട്ടാ. കുറച്ചുകൂടി മണ്ണ് എടുക്കട്ടെ. നിറ ചുറ്റി പറ്റി കേൾക്കണു. അപ്പം നമ്മുടെ മണ്ണ് ഇത്രയ്ക്കതിൻ്റെ ഒരു 10-30 തവണയുള്ള മണ്ണുണ്ട് കേട്ടോ. കുറച്ചുകൂടി എല്ലുപൊടി ഇല്ലാട്ടോ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. എല്ലുപൊടിയാണോ വേര് പിടിക്കാൻ നല്ലത്? മതിയെന്ന് തോന്നുന്നു. പിന്നെ ഇനി കുഴിച്ചിടില്ലേ, അപ്പം ഇട്ട് കൊടുക്കാം വേര് പിടിച്ചതിന് ശേഷം. എല്ലുപൊടിയാണ് വേര് പിടിക്കാൻ ഏറ്റവും ഗ്രാം. എല്ലുപൊടിയുടെ മണ്ണടിച്ചിട്ടാണ് ഇമ്രാൻ നിൽക്കുന്നത്. അവിടെ ഇരുന്നോട്ടാ. ഞാൻ ചകിരിച്ചോറ് വെള്ളം കൂടി വെള്ളം കുഴപ്പമില്ല. അത് മണ്ണായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ശരി. ചകിരിച്ചോറിൻ്റെ ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ഇട്ടിട്ട് ചട്ടിയിലിട്ട് കൂട്ടാൻ വെച്ചായിരുന്നു. അപ്പോൾ സരിത പറഞ്ഞു ഇവിടെ അതെങ്ങനെ പുല്ലിലിട്ടിട്ട് ഇങ്ങനെ കൂട്ടാൻ പറ്റുക? ഇവിടെയാണെങ്കിൽ എത്ര സുഖ. ആ ചട്ടിയിൽ കൊള്ളും കൂടിയില്ല, ഇത്തിരി സ്ഥലമുള്ളൂ. ഇവിടെയാണെങ്കിൽ സമാധാനമായിട്ട് ഇന്ന് കൂട്ടിക്കൂടെ? ഇതൊന്ന് വെള്ളം ഒഴിച്ചാൽ പോവും അങ്ങട്. സാധാരണ എന്നെ പിടിച്ച അകത്തിറ പതിവ്. ഇത് കണ്ട അടിപൊളി മിക്സ് ആയിട്ടാ. ഇങ്ങനത്തെ പണികൾ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യണമെന്ന് രാജലക്ഷ്മി ചേച്ചിയുടെ കയ്യിൽ നിന്ന് എനിക്ക് നല്ല ചീത്ത കേൾക്കുന്നുണ്ട് കേട്ടാ. കവർ എടുക്കണോ? ചകിരിച്ചോറ് കുതിർന്നിട്ടില്ല ചേട്ടാ. ചകിരിച്ചോറേ കുറച്ച് മുന്നേ നമുക്ക് വെള്ളത്തിലിട്ടേക്കണ്ടായിരുന്നു. ഇത്ര മതി. അതിന് വെള്ളം വരെ കുതിരും ചേട്ടാ. ഫസ്റ്റ് ഉൾക്കാണത്ത് എനിക്ക് കുത്തി വയ്ക്കുന്ന ഒരു കോലുണ്ടെങ്കിൽ അത് കൂളായിട്ടിരിക്കും കണ്ട. ഇനി ഇതിന് തലയിടാൻ വരണ്ട, മനസ്സിലായ? അതിനോട് പറയാ അങ്ങനെ
ഒരെണ്ണം കഴിഞ്ഞു നോക്കണ്ട, ഓരോന്നും മണ്ണാക്കണ്ട. മണ്ണൊക്കെ ഉണ്ടാവും. അല്ല അങ്ങനെ മണ്ണെല്ലാം ആക്കാൻ പോണത്. അല്ല, വൃത്തികേടാക്കണ്ടെന്ന്. ഞാൻ ചെയ്യുന്ന പണികൾക്ക് ഓരോ വൃത്തിയുണ്ട്. തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് എടുത്ത് പറയണോ? അല്ലാണ്ട് ചേട്ടൻ്റെ എല്ലാ പണികൾക്കും നല്ല വൃത്തിയുണ്ട്. ഇതിങ്ങനെ ഡബിളായിട്ട് വയ്ക്കണ? അത് വെച്ചോഴപ്പില്ലേ, അത് മൂത്തിട്ടുള്ളതാട്ടാ കൊമ്പ് ചേട്ടാ. ചള്ളല്ല വെക്കാൻ പറഞ്ഞ, അത് മൂപ്പ് കുറവുള്ളല്ലോ വെക്കാൻ പറഞ്ഞ. അത് എനിക്കറിയില്ല, അത് ഈ ചെത്തിക്ക് അങ്ങനെയാണോന്ന് അറിയില്ല. മറ്റേ ചെത്തിയില്ലേ റോട്ടിൽ വെച്ചിട്ടുള്ളത്, അതിനാണ് ആ കമന്റ്സ് വന്നോടുന്നു. അധികം മൂക്കാത്തതില്ലേ അതാണ് പിടിക്കുകയെന്ന്. കുത്തിയോ ചേട്ടാ, കുത്തിയോ? മണ്ണ് നിറച്ചാൽ മതി, ഞാൻ കുത്താം. അടുത്ത് ഇങ്ങനെ കുത്തല്ല വേണ്ടോ. ഞാൻ ഈ ചെടിയില് അല്ല ഇങ്ങനത്തെ സാധനങ്ങൾ നിറയ്ക്കുന്നുണ്ട്. അവിടെ മണ്ണ് തിരികെ പോയി കഴിഞ്ഞാൽ പക്ഷെ അത് ചെയ്യുമ്പോ ചൂവിന് ചെയ്യണം. ഇത് മുന്നേ ആ എന്താ പറയാ ചകിരിച്ചോറ് കണ്ട, അത് കുതിരും വെള്ളം വരുമ്പോ. ചകിരിച്ചോറ് കുതിർന്നിട്ടായിരുന്നെങ്കിൽ ആ മണ്ണുമായിട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ മിക്സ് ആയേനെ. ഇതിപ്പോ കണ്ട ചകിരിച്ചോറ് കട്ട കട്ടയായിട്ട് കിടക്കുക. ആരോട് പറയാ വെക്കാം. അപ്പൊ അങ്ങനെ ചെയ്യാം. ഒരു മിനിറ്റ്. ഇന്നൊല്ലു പള്ളി പെരുന്നാളാ. ഇന്ന് നാളെ പെരുന്നാള് കാണാൻ പോണല്ലേ. സജീവിന്റെ മീയ വായിക്കില്ല ടൈമില് എത്ര ചാക്കളയിൽ വന്നിട്ടല്ലേ ഇങ്ങനത്തെ അല്ലേ മീയ വായിക്ക് പണി ടൈമില്. ചില സ്ഥലങ്ങളിലേ ഇങ്ങനെ കുതിർത്തത് വാങ്ങിക്കാൻ കിട്ടും, അവർക്ക് ലാഭാ. അടുത്തത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇപ്പം കാണാൻ ഭംഗിയുണ്ട്. എന്നിട്ട് നല്ല മണം വരുന്നു. പരിപ്പാടി ഉണ്ടാക്കണ മണം. നീ ഇന്ന് പരിപ്പാടി ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലേ അവിടെ? ഇവര് പരിപ്പാടി ഉണ്ടാക്കണ്ട, ജയന്റെ വീട്ടിൽ നിന്ന് മണം വരുന്നത് സെയിം പിച്ച്. അവരും പരിപ്പാടി ഉണ്ടാക്കണം, നമ്മളും പരിപ്പാടി ഉണ്ടാക്കണം. അവർ പരിപാടി ഉണ്ടാക്കണം, ഞങ്ങളും പരിപാടി ഉണ്ടാക്കാൻ പോവാ. ഇവിടെ പരിപാടിക്ക് സരിത കൊണ്ടുവന്നിട്ടുണ്ട് മറ്റേ ഇതില്ലേ, ഇവിടെ പണി കഴിഞ്ഞോട് കൂടിയിട്ട് പരിപാടിയും കാപ്പിയും കൂടെ കുടിക്കുക. നല്ല രസമല്ല. മഴയും പെയ്യണോട്ടാ. രണ്ടാമത്തെ കൂട്ടിട്ടാ സരിത തല പൊട്ടിക്കുകയാണ് അതിൻ്റെ. ഇപ്പോൾ ഒരു കൂട്ടിൽ 2, 4, 6, 8, 10, 12, 14, 16, 18, 19 ഉണ്ടാക്കി. 50 ഉണ്ടാക്കാൻ വിചാരിച്ചു കൊടുത്തിട്ടാ. പരിപ്പുവടയുടെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ പരിപ്പുവട എന്ന് പറയുന്നത് നമ്മളുടെ ഷാൻജിയോ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, കുക്കറി. മറ്റേ കൃത്യമായിട്ട് കെമിസ്ട്രി അതിൽ കമൻസ് കാണാറുണ്ട്. കെമിസ്ട്രിയുടെ സാറൊക്കെ പറയണ പോലെ ഇങ്ങനെ അതിൻ്റെ തത്വങ്ങളൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടുള്ള അളവൊക്കെ പറഞ്ഞ് വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ല. അങ്ങനത്തെ ഒരു 4-5 മിനിറ്റിൻ്റെ ഉള്ളിൽ റെസിപ്പി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു ചാനലില്ലേ, ഷാൻജിയോ. മൈ നെയിം ഈസ് ഷാൻജിയോ, വെൽക്കം ടു ദ വീഡിയോ. അങ്ങനെ പറഞ്ഞിട്ടാണ് ആൾ വീഡിയോ. അപ്പം പറഞ്ഞു വന്നത് ആൾ പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ആളുടെ ഒരു വീഡിയോ കണ്ടതാണ് പരിപ്പുവടയുടെ. ഇതിലേക്ക് ചുമന്നുള്ളി സാധാരണ പോലെ തന്നെ കേട്ടോ, നമ്മൾ ചെയ്യണ പോലെ തന്നെ പരിപ്പുവടയുടെ പരിപ്പ് കുതിർത്തി വെച്ചത്, പിന്നെ ചുമന്നുള്ളി അരിയണം. അയ്യോ ഇഞ്ചി എടുക്കാൻ മറന്നു. ഇഞ്ചി വേണം, പച്ചമുളക് വേണം, വറ്റൽമുളക് വേണം. ഇതൊന്നും നമ്മളിടാറില്ല. കായപ്പൊടി നമ്മളിടാറില്ല. വേപ്പിൻ്റെ എല്ലാം ചേട്ടൻ പൊട്ടിച്ചാ ഓക്കെ. പിന്നെ വേണ്ടത് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യാൻ പോണേ കേട്ടാ. കായപ്പൊടിയും ഉണക്കമുളകും നമ്മൾ ചേർക്കാറില്ല. പിന്നെ ഞാനിങ്ങനെ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയും പിന്നെ ഈ പച്ചമുളകും ഉള്ളിയും ഒക്കെ ഇതിൻ്റെ കൂടെ മിക്സിയിൽ അടിക്കും. നന്നായിട്ട് അരക്കില്ല, പക്ഷെ ഇങ്ങനെ ചതച്ച പോലെയാക്കും. വേപ്പില. പക്ഷെ ആൾ അരിഞ്ഞിടുക ചെയ്യണേ. അപ്പോൾ എന്തായാലും അതുപോലെ ആൾ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ചെയ്ത് നോക്കാൻ പോകട്ടെ. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കണം, അരയ്ക്കാണ്ട് മാറ്റി വയ്ക്കണം.
അതോടെ ഇരിക്കട്ടെ. ഇതാണ് അരച്ചുകൊണ്ട് വരേണ്ടത്. അപ്പോൾ ഫൈനായിട്ടുള്ള പേസ്റ്റ് ആക്കരുത്. അപ്പോൾ ഇത് ആദ്യം അരച്ചിട്ട് വരാട്ടെ, എന്നിട്ട് ഇതൊക്കെ അരിയാം. നന്നായി അരച്ചിട്ടുള്ള അരയ്ക്കാൻ പാടില്ല, കുറച്ച് അരയ്ക്കാണ്ട് മാറ്റി വയ്ക്കണം. ഇതാണ് മിക്സിയിൽ അരയ്ക്കണ്ടേ, ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരയ്ക്കണം. പക്ഷെ അരയരുത്, നന്നായിട്ട് അരയരുത്, തരുതരുപ്പായിട്ട് കിട്ടണം. ദേ ഇത് അരച്ചുകൊണ്ട് വന്നു കേട്ടാ. ഉള്ളി അരിയട്ടെ. ആദ്യം എല്ലാവരും ഇവിടെ ആക്കി വെച്ചിട്ടോ ഇവിടെ കൊണ്ടു നോക്കി വെച്ചിട്ട് ഓരോന്നോരോന്നാക്കണേക്കാൾ നല്ലത്. സമയം കുറേ പിടിക്കില്ല. കറക്റ്റ് അമ്പാണായി. എനിക്ക് ചെടികളെ കുത്തി കൊടുക്കാൻ വേണ്ട. ഇഞ്ചി അരിയാട്ടാ. ഇഞ്ചി, ഒരു വറ്റൽമുളക്, വേപ്പിൻ്റെ ഇല. ആരെ വായാണ് വലുത് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇമ്രാൻ്റെ വായയാണോ വലുത്, ചാർലിയുടെ വായയാണോ വലുത്? ഇമ്രാൻ തള്ളി മാറ്റുന്നു. മറ്റാൾ കമൻട്രി വേണ്ടായിരുന്നില്ല, നമ്മുടെ ബൈജു ഗംഗാധരൻ്റെ കമൻട്രി വേണ്ടായിരുന്നില്ലേ? നിന്റെ കാൽക്ക വന്നിട്ട് നിന്നെ ബ്ലോക്ക് ചെയ്യണ്. ഇതൊക്കെ മിക്സ് ചെയ്യാൻ പോവാട്ടാ. ആദ്യം പരിപ്പ് കുതിർത്തി അരച്ചത് ചേർക്കുന്നു, പിന്നെ ഈ വക സാധനങ്ങളൊക്കെ ചേർക്കുന്നു. നമ്മൾ അരയ്ക്കാണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പ്, ഉപ്പ്, കായപ്പൊടി ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. മറ്റേ എന്താ പറയാ, ബജ്ജികളിലൊക്കെയാ കണ്ടിട്ടുള്ളൂ. പരിപ്പിന് ഗ്യാസ് ഉള്ള കാരണമായിരിക്കും ആള് കായപ്പൊടി ചേർക്കുന്നത്. കായപ്പൊടി ആരും ചേർക്കാറില്ല പരിപ്പാടല്ലേ, ലേശം ചേർക്കുള്ളൂ. ഇതൊക്കെ കൂടി മിക്സ് ആക്കാം. വേപ്പിലിട്ടാ എല്ലാം അരിഞ്ഞ് ചേർത്തു. എന്തായാലും ഇതൊരു പുതുമയുള്ള പരിപാടിയായിട്ട് മാത്രമേ. പരിപ്പേ ആകെ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതാണ് കേട്ടോ ഇത്ര കുറവ്. അത്രയും മതി. ഇവിടെ ഭയങ്കര ഞാനേ അതിന് ഒക്കെ കൊണ്ടുവന്ന് ഒക്കെ നിരത്തി വെച്ചു, അമ്പാണാക്കി. ഇനി ഇമ്രാനും ചാർലി കുഴപ്പമില്ല, ഇമ്രാനെ എത്താത്ത സ്ഥലത്ത് കൊണ്ടിട്ട് കടക്കാത്ത സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് സുരക്ഷിതമായിട്ട് വെക്കട്ടെ. എന്നിട്ട് വേണം അവർ പൊടിക്ക് കൂമ്പെടുക്കാനായിട്ട് സമയം കൊടുക്കണ്ട. അത് ചാടി കയറി കളിക്കാൻ പാടില്ല. ഇനി അവിടെ കൊണ്ടുവന്നേക്കണല്ലോ. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ശരിയല്ലേ, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ നശിപ്പിക്കൂര്. കടക്കാത്ത സ്ഥലത്തെ കൊണ്ടു നോക്കിയാൻ വെച്ചിട്ടാ. അവിടെ വെച്ചാ മതി. ഇവിടെ എന്തായാലും ഡോർ അടച്ചിടില്ല, പടിയിൽ വെച്ചൂടെ? വേണ്ട, ഇവിടെ ഈ കമ്പോസ്റ്റിൻ്റെ ഇതുണ്ട് വേണ്ട. ഇവിടെ ഇങ്ങനെ എല്ലാം വെക്കാമല്ലോ, കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ ഇത് ഇങ്ങനെ വെച്ചാലും മതി. കണ്ട കോഴിക്കോടിൻ്റെ ഇവിടെ വരി വരിയായിട്ടുണ്ട് വയ്ക്കാം, കുഴപ്പമില്ലാന്നെങ്കിലേ. വെയിൽ വേണ്ടി വരും സരിതതിന്. വേണ്ട, വെയിൽ വേണ്ട അല്ലേ? ഏയ് വെയിൽ പാടില്ലല്ലോ. വെയിലില്ല, കണ്ടിട്ട് നമുക്ക് നോക്കാം. പാത്രം വെച്ച് ചൂടായി, വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ നല്ലോണം വേണ്ടേ, മുങ്ങി കിടക്കണ്ട ചേട്ടാ. പണ്ടത്തെ ഇഞ്ചർ വെയില് മറ്റേ ആള് ഇഞ്ചി മിഠായി വെക്കണ ആള് ഇങ്ങനെയാ. കുറച്ചേരം കൈ വയ്യണ്ടോ. ഞാൻ ഇഞ്ചി മിഠായി ആകെ കണ്ടിട്ടുള്ളത് നമ്മുടെ ശക്തൻ്റെ ഇവിടെ സർക്കസ് വരില്ലേ, സർക്കസ് കാണാനായിട്ട് ഇരിക്കുമ്പോഴാണ് ഇഞ്ചി മിഠായി കണ്ടിട്ടുള്ളത് വിൽക്കാൻ കൊണ്ട് കിടക്കണത്. ചുമന്നുള്ളി കൂടുതലാട്ടാ. ഇങ്ങനെ ബോളാക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ആക്കണം എന്നാണ് ആൾ പറഞ്ഞത്. ഒരിക്കലും വിരൽ കൊണ്ട് ഇങ്ങനെ അമർത്തരുത്, ഈ ഭാഗം കൊണ്ട് തന്നെ ചെയ്യണം. ചെറിയ പരിപാടിയെല്ലാം ഉണ്ടാകുന്നത് ജഗ്ഗുവിന് വിളിക്കാറുന്നില്ലേ? അപ്പോൾ ഈ മരം മറച്ചാൽ അയ്യോ, മറച്ചിട്ട് ഞാൻ അവനൊക്കെ കുത്തിപ്പൊട്ടിക്കും ചിലപ്പോൾ. ഒറ്റ ട്രിപ്പ് ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട് അല്ലേ? കുറച്ചുള്ളൂട്ടാ. അതെ ഞാൻ പറയണേ, ജഗ് പറയണേ, എന്തായാലും ചെയ്തൊരു തെറ്റ് പറ്റി കഴിഞ്ഞിട്ട് ചീത്ത പറയാനല്ലേ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചീത്ത പറഞ്ഞു ചെയ്യണത് അമ്മമാർ അച്ഛന്മാരൊക്കെ ചീത്ത പറയണത് കേട്ട് വളരണമെന്ന്. അത് അപ്പനിട്ടുള്ളൂ, ഇതാദ്യം ഇട്ടത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് ചീത്ത പറയുമ്പോഴേ, ജഗ്ഗുവിനെ ചീത്ത ആര് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല, ജഗ്ഗു ചിരിച്ചു നിൽക്കും. നമുക്കത് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലേ ജഗ്ഗു അതിനൊക്കെ ലൈറ്റായിട്ട് എടുക്കുള്ളൂ. നാലിനാക്കണല്ലോ, ഇങ്ങനെ സീരിയസ് ആക്കില്ല. ഒത്തിരി ഒരു സ്പേസ് കിട്ടോ മതി അല്ലേ? 5 മതി. പരിപ്പോടര വലിപ്പല്ലേ? എൻ്റെ കൈ ചെറുതല്ലേ, അപ്പം കയ്യിൽ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ചെറുതല്ലേ വരൂ. കറക്റ്റായി. ഏത് കൊണ്ടേക്കാണ് ഇത് എവിടിക്കണ കൊണ്ടേക്കാൻ പോണ? ഇത് മറച്ചിടാൻ ജഗ്ഗുവിനോട് പറഞ്ഞാൽ ജഗ്ഗു ചിലപ്പോൾ ഈ സ്റ്റൗ അടക്കം മറച്ചിടും.
ഇല്ല അല്ലേ? ഇതാവുമ്പോഴത്തേക്കും എന്തിട്ടാ, കാപ്പിയ ചായ, കട്ടൻ ചായയാണോ? കാപ്പി കാപ്പി. ഈ പരിപാടി നിനക്ക് എന്ത് മനസ്സിലായി? ഏത് പരിപാടി? ഞാൻ ചെയ്തില്ലേ, വെറും കൃത്യം അരമണിക്കൂറായിട്ടാണ് ഞാൻ ചെയ്ത് തുടങ്ങിയിട്ട്. ഇതിന് എന്ത് മനസ്സിലായി നിനക്ക്? 50 എണ്ണാക്കി, വെറും അരമണിക്കൂറിന്റെ 50 എണ്ണാക്കി ഇങ്ങനത്തെ. അപ്പോൾ ഒരു പണിക്കാരി പെണ്ണിന് ഏറ്റവും കുറവ് ഒരു 300, ഒരു ദിവസം കൊണ്ട് ഒരു 400-500 ഇങ്ങനെ നിറയ്ക്കാൻ പറ്റുന്നു. പറ്റും. മനസ്സിലായ? ഈ ഒരു സാധനത്തിന് 20 രൂപയാണ് വില. 20 രൂപ. അപ്പം 500 ആകുമ്പോൾ 25 10,000 വരെ പണി ഒരു. അപ്പൊ നമുക്ക് ഒരു നഴ്സറി തുടങ്ങിയാലോ? അല്ല, ഞാൻ വെറുതെ ഒരു തമാശ ഒരു കണക്ക് കൂടി പറഞ്ഞത്. ഇങ്ങനെ ആയിരിക്കണമെന്നില്ല, ഇതിലെ കുറച്ച് ചെലവുകൾ ചെലവുകള്, മണ്ണും അതൊന്നും വലിയ ചെലവില്ല. പിന്നെ ഇതും ചകിരിച്ചോറും കഴിഞ്ഞു. എല്ലാം നിരത്തി വളരെ ഭംഗിയായി മനോഹരമായി സുരക്ഷിതമായി വെച്ചു. മനോഹരമായ മാത്രം പോരാ, സുരക്ഷിതാവും വേണം. വെള്ള കാരണം പാപം. സുരക്ഷിതമാവലാണ് ഏറ്റവും വലിയ പ്രധാനം. കൈയിട്ട് വരാം. കാപ്പി ഇതെടുത്തിട്ട് വരാം. സരിതയെ കാപ്പി ഉണ്ടാക്കാനുള്ള പാത്രം എടുക്കാൻ പോയി വെക്കാം. ഇതുവരെ എടുത്തിട്ടില്ലേ? ഇല്ല, ആയിട്ടില്ല. തീ കറക്റ്റ് ആയിട്ട് കത്തുണ്ട്. നമ്മുടെ എടുക്കാട്ടാ. സരിത അടുത്ത് ഉണ്ടാക്കണമെങ്കിൽ നീ വരണം. ഞാൻ ഉണ്ടാക്കണ 5 ഉണ്ടാക്കിട്ടാ. സരിതയിൽ ചായ വെച്ചു കേട്ടാ. ചായയല്ല, കാപ്പിക്കുള്ള പാല് വെച്ചു. പരിപ്പട എങ്ങനെയുണ്ട് നോക്കട്ടെ ഒന്ന്. ചൂടുണ്ട്. ജഗോ തീ കെടുത്തിയാ? അയ്യോ, കത്തിയോ? നല്ല മുരിഞ്ഞ പരിപ്പട. ഇടട്ടെ ഞാൻ? എങ്ങനെയുണ്ട് ചേട്ടാ? രസമുണ്ടാ? രസമുണ്ട്. നല്ല മുരിഞ്ഞ സാധനം. കയ്പാ? പുറം ഭാഗത്ത് ഉള്ളി കരിഞ്ഞത് കയ്പ്. നമ്മുടെ ഇമ്രാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ ഇമ്രാനെ പൊട്ടു കൊടുത്തോട്ടെ. ഇമ്രാനെ ചാർലി വന്ന. ചാർലി നോക്കി, അവൻ തൊടാൻ പാടില്ല. കണ്ടാ? ചോറ്, ബിസ്ക്കറ്റ് ഇത്യാദി സാധനങ്ങളല്ലാതെ സ്പെഷ്യൽ എന്ത് വന്നാലും എന്റെ അനുവാദം കൂടാതെ നീ തൊടാൻ പാടില്ല. അതാണ് ഓർഡർ. ഇമ്രാൻ മുറുക്കി തിന്നുണ്ട്. അവൻ കാണാണ്ട് വേണേ തിന്നാം. അവൻ കാണാതെ തിന്നാൻ പാടില്ല. തീ കൂടുതലേ കുറയ്ക്കൂ. കായത്തിന്റെ മണം അറിയില്ല കേട്ടാ. കായം വളരെ കുറച്ചിട്ടിട്ടുള്ളൂ. കഴിഞ്ഞു. കൃത്യ 10 എണ്ണം. ചാലണ്ട തിന്നൂല് തിരികില്ല. അവന് മനസ്സിലായി ഇത് ഈ സാധനം തിന്നാനായിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ഇവൻ നോക്കി. ആവശ്യമില്ല. പക്ഷെ അതിന്റെ കണ്ണ് നോക്കിയല്ലേ, എന്തൊരു പാവാ. കണ്ണിലിങ്ങനെ ഒരു ദയനീയത. അയ്യോ, കുഴപ്പമില്ല, അവിടെ നടന്നോട്ടെ. ഒരു പരിപ്പറ കൊണ്ട് തിന്നിട്ട് കൈയോടെ അവസാനിപ്പിക്കാം. എടുത്തു വെച്ചിട്ട് നീ നാശായി പോണ്ടല്ലേ. അപ്പോൾ ഈ പരിപ്പുവടയുടെ ടേസ്റ്റിനെ പറ്റി പറയുമ്പോഴേ ഇതിനേക്കാൾ നല്ലത് സരിത മുന്നുണ്ടാക്കിയില്ല. എല്ലാം കൂടിയിട്ട് ജാറിലിട്ടിട്ട് അടിച്ചിട്ട് ആക്കില്ലേ, അതിന് ടേസ്റ്റ് കൂടുതൽ. അതെല്ലാം അതിലേക്കാണ്ട് ശരിക്കാണ്ട് പിടിച്ചിട്ടുള്ള ഒരു സാധനമാണ്. സരിത പാല് തിളച്ച് തുടങ്ങിയിട്ടാ. ചേട്ടന് കാപ്പി, ഞങ്ങൾക്ക് 3 പേർക്കും ബൂസ്റ്റാണ് എനർജി. സീക്രട്ട് ഓഫ് അവർ എനർജി. ചേട്ടന് ബ്രൂട്ടാ. ഇരുട്ടായി തുടങ്ങി. അങ്ങനെ കോഴിക്കോടിൻ്റെ ഈ സൈഡിൽ നമ്മൾ കംപ്ലീറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഇരുട്ടാണ്. ഇതിനിപ്പോൾ മഴ കൊള്ളില്ല, പക്ഷേ സേഫ്റ്റിയാണ് ഈ സാധനം. നമുക്ക് ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിന് കൂമ്പ് വരുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടാ, നോക്കി നോക്കാം. നമുക്ക് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. എടുക്കാം. തന്നെയാണ് തന്നെ ബ്ലാക്ക് കേട്ടാ. ചേട്ടന് കുറച്ചുകൂടി മധുരം ഇടേണ്ടി വരും. ഞാൻ മധുരം കുറവായിട്ടുള്ളൂ. ബൂസ്റ്റിന് മധുരം കുറവ് മതി. സൂപ്പർ കാപ്പി. പരിപ്പാട് തിന്നു കഴിഞ്ഞു. എന്നിട്ട് ബൂസ്റ്റ് മാത്രമായിട്ട് തിന്നണോ? കാപ്പി കൂടി ഇടയിൽ വിട്ടു. കയ്പായി ഉണ്ടാവല്ലേ? വരട്ടെ, ഇത് ഒക്കെ ഒന്നുകൂടി അരിക്കണം. അതിൽ പഞ്ചസാര ഇട്ടാ? 2 സ്പൂൺ ഇട്ടാ? 1/2 സ്പൂൺ. ഒന്നുകൂടി അരിക്കണം. ഇതായിട്ടാ മൊത്തം 10 പരിപ്പാണ്. അപ്പം നല്ല ഇരുട്ടായി. 6:30 കഴിഞ്ഞു. പിന്നെ സരിത പരിപ്പെടുത്ത് നോക്കി ഇങ്ങനെ
കുട്ടി ചോക്ക് ഞാൻ കഴിച്ചു നേരത്തെ. അപ്പോൾ എന്തെടുത്ത് തോന്നിയേ? ചോറുണ്ടാവട്ടാ. ഓ വായു പൊളിക്കണ്ടേ വെറുതെ. ഈ പരിപാടികളും ടേസ്റ്റ് നീ ഉണ്ടാക്കുന്നത് മറ്റത് എല്ലാം കൂടി അരച്ചിട്ടുള്ളതാണ് ടേസ്റ്റ്. കുഴപ്പമൊന്നുമില്ല. നിർത്താം. നോക്കിക്കോ വേണോ പരിപ്പോടാ കൊടുക്ക്.